പ്രിലിംസ് എക്സാം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലങ്ങളായിട്ട് മെയിൻസ് പ്രിപ്പറേഷൻ ചെയ്യുന്ന കുട്ടികളെ നിരന്തരമായിട്ട് ലീഡ് IASൽ ഞാൻ കാണുന്നുണ്ട്, അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുമുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത ചില തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് സംസാരിക്കാനാണ് ഈ വീഡിയോ. ഒന്നാമത്തെ കാര്യം, എ ബിഗ് നോ ടു മൈൻഡ്ലെസ് കണ്ടൻറ് കൺസെപ്ഷൻ. 80-ൽ താഴെ ദിവസങ്ങൾ മാത്രമേ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഓപ്ഷനലും പ്രിപ്പയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ജനറൽ സ്റ്റഡീസിൽ ഒത്തിരി ടോപ്പിക്കുകളുണ്ട്. ഞാനിവിടെ കറണ്ട് അഫയേഴ്സാണ് പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. ഒരു മെയിൻസിന് റെലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ എടുത്താൽ തന്നെ ഒരു 250-ൽ അധികം ടോപ്പിക്കുകൾ വരും. ഈ രീതിയിൽ നോക്കുമ്പം UPSCയുടെ ജനറൽ സ്റ്റഡീസ് മെയിൻസ് എക്സാം ഒരുപാട് പഠിച്ചും ഓർത്തും എഴുതി മാർക്ക് മേടിക്കാം എന്ന് നിങ്ങൾ കരുതരുത്. പലപ്പോഴും നമ്മുടെ മെമ്മറിയും വളരെ ഷോർട്ടാണ്. പലപ്പോഴും നമ്മൾ തലേദിവസം പഠിച്ച കാര്യങ്ങൾ തന്നെ പിറ്റേ ദിവസം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 1.5 കൊല്ലത്തിലേറെയായി നിങ്ങൾ പരിശ്രമിക്കുന്ന പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഓർത്തെടുക്കുക? അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് മെയിൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ മെയിൻസ് ജനറൽ സ്റ്റഡീസ് പേപ്പറിനെ കുറിച്ച് മനസ്സിലുറപ്പിക്കേണ്ട കാര്യം, ഇതൊരു കണ്ടൻറ് ബേസ്ഡ് എക്സാം അല്ല, തിങ്കിങ് ഓറിയൻറ്റഡ് എക്സാം ആണ് എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം പോയിൻ്റുകൾ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓർമ്മയിൽ നിന്നല്ല ടോപ്പേഴ്സ് എഴുതുന്നത്, മറിച്ച് അവരുടെ ചിന്താ രീതിയുടെ പ്രത്യേകത കൊണ്ടാണ് അവർക്ക് അത്രയും പോയിൻ്റുകൾ എഴുതാൻ പറ്റുന്നതും മാർക്ക് കിട്ടുന്നതും. അതിൽ ഫ്രെയിം വർക്ക് അപ്രോച്ചൊക്കെ ഒരു വലിയ ഇൻസ്ട്രുമെൻ്റൽ ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഒരുപാട് കണ്ടൻറ്റ് വായിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നോട്ടുകൾ ഉണ്ടാക്കാം എന്നുള്ള ഉദ്യമത്തിലേക്ക് നിങ്ങൾ ജനറൽ സ്റ്റഡീസിന് വേണ്ടി പോകരുത്. UPSC വിചാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ഇതൊരു ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളൊരു എക്സാമാണ്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം സിവിൽ സർവീസിൻ്റെ മെയിൻസ് എക്സാമിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം, ഇത് പ്രത്യേകിച്ചും ഒന്നാമത്തെ മെയിൻസ് എഴുതുന്ന ആളുകളെ കുറിച്ചാണ്. കാരണം സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് ടു മെയിൻസ് ആണ് UPSC പ്രിപ്പറേഷനിൽ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള സമയം. അവിടെ ഈ ജനറൽ സ്റ്റഡീസ് നോക്കാൻ പല കുട്ടികൾക്കും പ്രോബ്ലം വരുന്നത്, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പരീക്ഷയിൽ നിന്നും, അതായത് മോക്ക് ടെസ്റ്റിൽ നിന്നും പല കുട്ടികളും സ്കിപ്പ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്കിപ്പ് ആവുന്ന കുട്ടികളോട് ചോദിക്കുക എന്തുകൊണ്ടാണ് അത് ഫോളോ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അവർ പറയുന്ന കാര്യം ഓപ്ഷനിൽ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷനിലും ജനറൽ സ്റ്റഡീസിനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൈമിംഗ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ ഓപ്ഷണൽ എന്ന് പറയുന്നത് കുറേയൊക്കെ നിങ്ങൾക്ക് കണ്ടൻറ് ഗ്രിപ്പ് അത്യാവശ്യമുള്ളൊരു പരീക്ഷയാണ്. ജനറൽ സ്റ്റഡീസ് പോലെയല്ല. ജനറൽ സ്റ്റഡീസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കണ്ടൻറ് കുറവാണെങ്കിലും നല്ല മാർക്ക് മേടിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഒരു ലേണിംഗ് എക്കോസിസ്റ്റത്തിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. വളരെ മിനിമലായിട്ടുള്ള ആക്ടിവിറ്റീസും ഷാർപ്പായിട്ടുള്ള കണ്ടൻറ് ഡെലിവറിയും കൊടുക്കുന്ന ഒരു ലേണിംഗ് എക്കോസിസ്റ്റം. നമ്മുടെ മെയിൻ സ്കില്ലർ അതുപോലെയാണ്. ആ മെയിൻ സ്കില്ലർ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ജനറൽ സ്റ്റഡീസിൻ്റെ പരമാവധി കണ്ടൻറ്റ് ടെസ്റ്റുകളിൽ നിന്നും ഡെയിലി ആൻസർ റൈറ്റിങ്ങിൽ നിന്നും കളക്ട് ചെയ്യാനും റീകളക്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ഓപ്ഷനിൽ ധൈര്യപൂർവ്വം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ GS സ്കോറിനെ അത് അഫക്റ്റ് ചെയ്യുകയേയില്ല. ഈ രീതിയിൽ ഓപ്ഷണലിൻ്റെ പ്രിപ്പറേഷനും ജനറൽ സ്റ്റഡീസിൻ്റെ പ്രിപ്പറേഷനും ഒപ്റ്റിമമായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം. സിവിൽ സർവീസ് പ്രിലിംസ് ടു മെയിൻ സ്റ്റേജിൽ ഏറ്റവും നിർണായകമായിരിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങളെങ്ങനെ ഓപ്ഷനിലും GSനും സമയം വകയിരുത്തുന്നു എന്നത്. മൂന്നാമത് നിങ്ങൾ ഒഴിവാക്കേണ്ടുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയില്ല, ഒരു ഓറിയൻറ്റേഷൻ ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരേണ്ടത് നിങ്ങളെങ്ങനെ കണ്ടൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിക്കാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു കണ്ടൻറ് ബേസ്ഡ് എക്സാം അല്ല, പക്ഷേ എന്നാൽ പോലും ഒരു ബേസ് ലെവൽ കണ്ടൻറ്റും ഒരു മിനിമം ലെവൽ എൻറിച്ച്മെൻറ്റ് പോയിൻറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ നിന്നും അതോടൊപ്പം തന്നെ ഡെയിലി ആൻസർ റൈറ്റിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങൾ ന്യൂസ് പേപ്പർ ചിലപ്പം വായിക്കുന്നുണ്ടാവും, കുറച്ച് മെറ്റീരിയലൊക്കെ നിങ്ങൾ നോക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കണ്ടൻറ്റ് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടുന്ന ഒന്നാമത്തെ ചിന്ത, ഈ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ പോയിൻ്റ്, ഈ എക്സാമ്പിൾ എനിക്ക് എവിടെയെല്ലാം പരീക്ഷയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു യൂട്ടിലിറ്റേറിയൻ തോട്ട് പ്രോസസ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഈ എക്സാം ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി, അത് ശരിക്കും ഈ ക്വാളിറ്റിയാണ്. എവിടെ എന്ത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു അവയർനെസ്. ഈ അവയർനെസ് കൂടാതെ നമ്മൾ ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അനാവശ്യമായിട്ട് പഠിക്കും, ഒത്തിരി സമയം പോകും, അത് ഷാർപ്പായിട്ട് നിങ്ങൾക്കത് പ്ലേസ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഈ വരുന്ന 3 മാസം നിങ്ങൾ എന്തൊക്കെ വായിക്കുന്നുവോ അതെല്ലാം പരീക്ഷയിൽ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ചിന്തിച്ചെടുക്കാനും കണക്ട് ചെയ്യാനും നിങ്ങൾ പരിശ്രമിക്കണം. ഇനി നാലാമത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടുന്ന ഒരു പ്രോബ്ലം, അത് നിങ്ങൾ പരീക്ഷയുടെ പ്രിപ്പറേഷനെ വീക്ക്ലി ഓറിയൻറ്റേഷനിൽ നിന്നും ഡെയിലി ഓറിയൻറ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡെയിലി കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ വളരെ കൂടുതലാണ്.
ലീഡ് IAS-ൽ 440+ മാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടികൾ, ഇത്തവണയാണെങ്കിലും 400+ മാർക്ക് മേടിച്ചിട്ടുള്ള ഒത്തിരി കുട്ടികൾ, ഇവരിലൊക്കെ ഞാൻ കോമൺ ആയിട്ട് കണ്ട ഒരു പ്രത്യേകത, ഇവരെല്ലാവരും ലീഡ് IAS-ൽ ഡെയിലി ആൻസർ റൈറ്റിങ്ങിന് സ്ഥിരമായിട്ട് വരുമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊരു വീക്ക്ലി ടെസ്റ്റ് സീരീസ് ബേസിസിലാണ് പല ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമിൻ്റെയും ഓറിയൻറ്റേഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ ഒരു ടെസ്റ്റ് എഴുതുക, അത് ഫീഡ്ബാക്ക് എടുക്കുക, അത് ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷേ ലീഡ് IAS-ൽ നമ്മൾ മെയിൻസ് ക്ലിയർ മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും പ്രിലിംസ് ക്ലിയർ ആവട്ടെ, ബൗൺസ് ബാക്ക് ആവട്ടെ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൈം പ്രോഗ്രാം ആവട്ടെ, ഇതിലെല്ലാം ഡെയിലി പഠിക്കേണ്ട കണ്ടൻറ്റ് ക്യൂറേറ്റഡ് ആണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടത് ഡിഫൈൻഡ് ആണ്, ഡെയിലി ചെയ്യുന്ന ആൻസർ റൈറ്റിങ്ങിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നെക്സ്റ്റ് ഡേ തന്നെ അവർ കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഒരു ആഴ്ച മുഴുവൻ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എഫേർട്ട് ഇടാം. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് ബിൽഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് സെഷൻസ് ആണ് ശരത് സാറിൻ്റെ എക്സ്പ്ലനേഷൻ സെഷൻ. ഈ രീതിയിൽ യു ഹാവ് ടു ബിലീവ് ഇൻ ദ പവർ ഓഫ് ഡെയിലി കോമ്പൗണ്ടിങ്. കാരണം 16 വീക്ക്ലി ടെസ്റ്റുകൾ എഴുതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് 50 ദിവസം ഈ പരീക്ഷയുടെ ഡ്യൂറേഷനിൽ ഒരു 50 ഡെയിലി ആൻസർ റൈറ്റിംഗ് സെഷനിൽ ശരത് സാറിൻ്റെ കൂടെ പങ്കെടുക്കുന്നത്. ഈ ഫിലോസഫിയിൽ നിന്നാണ് ലീഡ് IAS-ന് ഇത്രയും റിസൾട്ടും കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഡെയിലി കുട്ടികളെ ഗൈഡ് ചെയ്യുക, ഡെയിലി പഠിക്കാനുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്യുക, ഡെയിലി എഫേർട്ട് ഇടുക, അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട സജഷനും ഡയറക്ഷനും കൃത്യമായിട്ട് കൊടുക്കുക, അത് നിങ്ങളെ വലിയ ഉയരങ്ങളിലേക്ക് എത്തും. നിങ്ങൾ പോലും സർപ്രൈസ് ആവുന്ന രീതിയിൽ പതുക്കെ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം പല കുട്ടികളും ഈ വരുന്ന മെയിൻസ് പരീക്ഷയെക്കുറിച്ച് അപ്രോച്ച് ചെയ്യുന്നത് പേടിയോടെയാണ്. മെയിൻസിന് വളരെ കുറച്ച് സമയമേ പഠിക്കാനുള്ളൂ എന്നുള്ളതാണ് നിങ്ങളിൽ പലരുടെയും പരാതി. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എത്ര സമയം കുറച്ചാണോ നമുക്ക് കിട്ടുന്നത്, അത്രയും മികച്ച രീതിയിൽ നമ്മുടെ സമയം ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറെടുത്ത് തുടങ്ങുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള, വളരെ റിഗറസ് ആയിട്ടുള്ള, കൂടുതൽ ടെസ്റ്റുകളുള്ള, ഡെയിലി ഇമ്പ്രൂവ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. കാരണം അത് നിങ്ങളെ എൻഗേജ് ചെയ്യിക്കും, അത് നിങ്ങളെ ചെറിയ സമയത്തിൽ വലിയ റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രാപ്തരാക്കും. മെയിൻ സ്കിൽ ലേണിംഗ് എക്കോസിസ്റ്റം അത്തരത്തിലുള്ള ഒന്നാണ്.